ശക്തമായ വേനൽ മഴ തുടങ്ങിയതോടെ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. ആറളം ഫാം 11-ാം ബ്ലോക്കിൽ നിന്നും നിർമ്മാണം ആരംഭിച്ച് 9-ാം ബ്ലോക്ക് വളയംചാലിൽ പൂർത്തീകരിക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരമുള്ള റോഡിന്റെ പ്രവൃത്തിയുടെ ഭാഗമായും വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മേഖലയിൽ ആറളം ഫാമിൽ ഒരു മഴ വരുമ്പോൾ കറണ്ട് ഇല്ലാത്ത സാഹചര്യം ഇല്ലത്. അവർ KCBക്കാരെ വിളിക്കുമ്പോൾ അവർ പറയും അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്നാണ് പറയുന്നത്. അത് ബാക്കിയുള്ള സ്ഥലങ്ങളിലും കറണ്ട് ഉണ്ടാവും. മഴ ഉണ്ടാകും ആ സ്ഥലങ്ങളിലും ബാക്കി പുറത്തേക്കെല്ലാം കറണ്ട് ഉണ്ടാവും. നമ്മൾ ആറളം ഫാമിൽ മാത്രം ഒരു മഴ വരുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. അവിടെ വിളിക്കുമ്പോൾ പറയും ഇവിടെ കംപ്ലൈൻ്റ് ആണ്, ഇവിടെ ആ കംപ്ലൈൻ്റ് ആണ്, അവിടെ കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നു കത്തിപ്പോകുന്നു എന്നല്ല പറയുന്നത്. അതെന്താണെന്നുള്ളൊരു ശരിക്കും ഇത് നമുക്ക് അറിവ് എന്തായാലും കിട്ടണം. ആറളം ഫാമിൽ നമുക്ക് ആന നടുക്കുക നിൽക്കുന്നത്, അന്നേരം കറണ്ടും കൂടി ഇല്ലെങ്കിൽ ആകെ പണിവാളും. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ പകൽ സമയത്ത് പോലും ഭീതി പരത്തുന്ന മേഖലയിൽ രാത്രിയാകുമ്പോൾ വെളിച്ചമില്ലാത്തത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. കാട്ടാന വീട്ടുമുറ്റത്തെത്തിയാൽ പോലും വൈദ്യുതി ഇല്ലാത്തതിനാൽ കാണാൻ കഴിയില്ലെന്നും KCB അധികൃതരെ വിളിച്ചാൽ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവർ പറയുന്നു. പുനരധിവാസ മേഖലയുമായി KCB ജീവനക്കാർക്ക് ബന്ധപ്പെടണമെങ്കിൽ 20 കിലോമീറ്റർ അധികം യാത്ര ചെയ്യണം. വേനൽ മഴ പെയ്തു തുടങ്ങിയതോടെ മിക്ക ദിവസങ്ങളിലും രാത്രികാലങ്ങളിൽ കറണ്ട് ഉണ്ടാകില്ല. KCB ജീവനക്കാരെ വിവരമറിയിച്ചാൽ ആനയുണ്ട്, കടുവയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിസാരവൽക്കരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പുനരധിവാസ മേഖലയിൽ തന്നെ KCB സെക്ഷൻ ഓഫീസ് വേണമെന്ന ആവശ്യം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ ആവശ്യവും അതുതന്നെയാണ്. പുനരധിവാസ മേഖലയിൽ KCB സെക്ഷൻ ഓഫീസ് സ്ഥാപിച്ച ആവശ്യമായ ജീവനക്കാരെയും പോസ്റ്റ് ചെയ്താൽ മേഖലയിലെ വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായകരമാകും. 7-ാം ബ്ലോക്കിലോ 10-ാം ബ്ലോക്കിലോ സെക്ഷൻ ഓഫീസ് സ്ഥാപിച്ചാൽ മറ്റുള്ള ബ്ലോക്കുകളിൽ എളുപ്പം ജീവനക്കാർക്ക് എത്തി വൈദ്യുതി തകരാർ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഭീതിയിൽ കഴിയുന്ന പുനരധിവാസ മേഖലയിലെ വൈദ്യുതി തകരാർ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുൻപോട്ട് വരുമെന്ന് 12-ാം ബ്ലോക്കിലെ ജനങ്ങൾ പറയുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാം 12-ാം ബ്ലോക്കിലാണ്. ഇവരുടെ ഒരു വലിയ ദയനീയ അവസ്ഥയാണ് ഇവരിപ്പോൾ നമ്മളോട് പങ്കുവച്ചത്. ഒന്ന്, കാട്ടാനകൾ മതിക്കുന്ന ഈ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വൈദ്യുതി ഇല്ലാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒന്ന്, പുറംലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം. മറ്റൊന്ന്, ഇതിനകത്ത് തന്നെ ഒരു വന്യജീവി കാട്ടാന വന്ന് വീട്ടുമുറ്റത്ത് നിന്നാൽ പോലും കാണാൻ പറ്റാത്ത നിലയിൽ വെട്ടവും വെളിച്ചവുമില്ലാതെ ദിവസങ്ങളോളം കഴിയേണ്ടുന്ന അവസ്ഥ ഇവർക്ക് കൈവരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി. അപ്പോൾ ഈ പരാതി പരിഹരിക്കാൻ ബന്ധപ്പെട്ട KCB അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒന്ന്, ഈ ആറളം ആദിവാസി പുനരധിവാസ മേഖല എന്ന് പറയുന്നത് കാക്കേങ്ങാട് സെക്ഷൻ ഓഫീസിൻ്റെ കീഴിലാണ്. ഇവിടെ നിന്ന് 20 കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഈ കാക്കേങ്ങാട് സെക്ഷൻ ഓഫീസും അവിടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉള്ള ഓഫീസ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് വേണം ഈ ഭാഗത്തേക്ക് എന്തെങ്കിലും വൈദ്യുതി തകരാറുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എത്താൻ. അതാവട്ടെ ഇവരിവിടെ പറയുന്നത് പോലെ KCB ഓഫീസിലേക്ക് വിളിച്ചാൽ, രാത്രികാലങ്ങളിലൊക്കെ വിളിച്ചാൽ ആനയുണ്ട്, പിന്നെ കടുവയുണ്ട് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർ വരാതിരിക്കുക. അതോടൊപ്പം തന്നെ പകൽ സമയങ്ങളിൽ പോലും ഇത്രയും ദൂരത്ത് നിന്ന് എത്താൻ കഴിയാത്ത തരത്തിൽ അവർ ഈ മേഖലയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ ആവശ്യം ഈ ആറളം പുനരധിവാസ മേഖലയിൽ മാത്രം ഒരു സെക്ഷൻ ഓഫീസ്, KCB സെക്ഷൻ ഓഫീസ് വരികയും, നമ്മൾ ഒരുപാട് കാലം പൊതുപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പുനരധിവാസ മേഖലയിൽ KCBയുടെ ഒരു സെക്ഷൻ ഓഫീസ് കൊണ്ടുവന്ന് അവിടെ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ആ ജീവനക്കാരെ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടാവണം. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ദിവസങ്ങളോളം കറണ്ടില്ലാതെ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഒന്ന്, ഈ റോഡ് പണി PMJSY പദ്ധതിയുടെ പ്രകാരമുള്ള ഈ റോഡ് പണിയുടെ ഭാഗമായി അതിൻ്റെ പോസ്റ്റ് മാറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കറണ്ട് കുറേ കാലങ്ങളില്ലാതെ വന്നു. ഇപ്പം നിലവിൽ വൈകുന്നേരം മഴ, ഇപ്പോൾ വേനൽ മഴ, ഇടിമിന്നലോടുള്ള വേനൽ മഴ വരികയാണ്. വൈകുന്നേരം ആയാൽ മരം ഒടിഞ്ഞു വീണുമെല്ലാം വൈദ്യുതി ലൈൻ തകരാറിലായി വൈദ്യുതി ഇല്ലാതെ വരികയാണ്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി KCB അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായി എത്രയും പെട്ടെന്ന് ഇവരെ കഷ്ടതയിൽ നിന്ന് കരകയറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഇവരുടെ ആവശ്യം ന്യായമാണ്. താനും ആറളം ഫാം 12-ാം ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം, സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു. അതെ, പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ്.
ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ. എത്ര മനോഹരമായ ഡിസൈനുകൾ, എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ, എത്ര ഹൃദ്യമായ ഓഫറുകൾ. അതെ, എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ. മൈ ഹോം, മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ്. ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ്, പയ്യാവൂർ, കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.